നമസ്കാരം. അനന്തപുരി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാർക്കോഴ കേസിൽ ഹൈക്കോടതി പരാമർശത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ എം മാണിക്ക് നിയമോപദേശം. അതേസമയം രാജിയല്ലാതെ കെ എം മാണിക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. മുഖ്യമന്ത്രി മാണിയുടെ രാജി ആവശ്യപ്പെടാത്തത് ഭയം മൂലമെന്ന് വി.എസ്. അച്യുതാനന്ദൻ. പി.സി. ജോർജ് എം.എൽ.എ. സ്ഥാനം രാജിവെച്ചു. മാണിക്ക് മാതൃകയാണ് തന്റെ രാജിയെന്ന് പി.സി. ജോർജ്. മന്ത്രി മാണിയുടെ രാജി ആവശ്യപ്പെട്ട് നവംബർ 11 യുവമോർച്ച ജില്ലാ കളക്ടറേറ്റുകൾ പിക്കറ്റ് ചെയ്യും. ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കിയാൽ ഈടാക്കുന്ന തുക ഇരട്ടിയാക്കിയും റദ്ദാക്കൽ സമയപരിധി വെട്ടിക്കുറച്ചും റെയിൽവേ. വാർത്തകൾ വിശദമായി. ബാർക്കോഴ കേസിൽ ഹൈക്കോടതി പരാമർശത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ എം മാണിക്ക് നിയമോപദേശം. സുപ്രീം കോടതിയുടേത് അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരിൽ നിന്നാണ് മാണിക്ക് നിയമോപദേശം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കുന്നില്ലെന്ന് മാണി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അറിയിച്ചതായി റിപ്പോർട്ട്. ഹൈക്കോടതി പരാമർശം നീക്കിക്കിട്ടാൻ മാണിക്ക് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ സമീപിക്കാൻ സാധിക്കുമെന്നും നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി വിധിക്കെതിരെ വിജിലൻസ് ഡയറക്ടറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിജിലൻസ് ആവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളും ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അതിനാൽ മാണിക്ക് തനിക്കെതിരായ വ്യക്തിപരമായ പരാമർശങ്ങൾ നീക്കിക്കിട്ടാൻ ഉയർന്ന കോടതികളെ സമീപിക്കാൻ സാധിക്കും. അതേസമയം ജസ്റ്റിസ് കമാൽ പാഷയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെ തന്നെ സമീപിക്കുന്നത് കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും മാണിക്കുണ്ട്. അതിനാലാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ മാണി തീരുമാനിച്ചിട്ടുള്ളത്. ദീപാവലി അവധിക്ക് ശേഷം നവംബർ 16 മാത്രമേ സുപ്രീം കോടതിയുടെ പ്രവർത്തനം ആരംഭിക്കൂ. അതേസമയം മാണിയുടെ രാജി ആവശ്യപ്പെട്ട് ശക്തമായ സമരം ആരംഭിക്കാനാണ് LDF നീക്കം. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിക്കാനാണ് ആലോചന. പ്രതിപക്ഷ നേതാവിനൊപ്പം മുഴുവൻ MLA-മാരും LDF നേതാക്കളും സമരത്തിൽ പങ്കാളികളാകും. ഈ പ്രക്ഷോഭത്തെ പിടിച്ചു നിർത്താൻ UDF സർക്കാരിന് സാധിക്കില്ലെന്നാണ് പ്രതിപക്ഷ വിലയിരുത്തൽ. എന്നാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം വിട്ടുനിന്നതിനെ തുടർന്ന് UDF യോഗം ചേരാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് ഘടകകക്ഷി നേതാക്കളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതിനിടെ കോൺഗ്രസിനെതിരെ പരോക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മുതിർന്ന നേതാവ് CF തോമസ് MLA രംഗത്തെത്തി. മാണിയുടെ കാര്യത്തിൽ രാജി ആവശ്യപ്പെടുന്നത് ന്യായമല്ലെന്ന് CF തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞു. UDF-ന് നേതൃത്വം നൽകുന്ന കക്ഷിക്കും മറ്റ് ഘടകകക്ഷി നേതാക്കൾക്കുമെതിരെ നിരവധി കോടതി വിധികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും രാജിവെച്ചിട്ടില്ല. ഈ നീക്കത്തിന് പിന്നിൽ ചില തൽപര കക്ഷികളുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം രാജിയല്ലാതെ കെ എം മാണിക്ക് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. രാജിവെച്ച് പുറത്തുപോകാൻ കോൺഗ്രസ് അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. UDF ഘടകകക്ഷികളും മാണിയുടെ രാജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. രാജിവെക്കുകയാണെങ്കിൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയെ കണക്കിലെടുക്കാൻ UDF തയ്യാറായിട്ടില്ല. സർക്കാർ താഴെ വീണാലും മാണിയുടെ രാജി ആവശ്യമെന്നതിൽ നിന്ന് പിറകോട്ടില്ലെന്നാണ് ഘടകകക്ഷി നേതാക്കൾ നൽകുന്ന സൂചന. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാണിയുടെ രാജി ആവശ്യപ്പെടാത്തത് ഭയം മൂലമെന്ന് വി.എസ്. അച്യുതാനന്ദൻ. ബാർക്കോഴ കേസ് മുന്നോട്ടു പോയാൽ മുഖ്യമന്ത്രിയും പ്രതിയാകുമെന്നും വി.എസ്. പറഞ്ഞു. മാണിയുടെ രാജി ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്, പക്ഷേ തയ്യാറാകുന്നില്ല. ഇതിന് കാരണം മുഖ്യമന്ത്രിയും പ്രതിയാകും എന്ന് ഭയന്നിട്ടാണ്. വിജിലൻസ് SP സുകേശന് ബാറുടമകൾ നൽകിയ മൊഴിയിൽ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ബാറുടമകൾ കോഴ നൽകിയതെന്ന് തെളിവുണ്ട്. കെ എം മാണി ഉടൻ തന്നെ രാജിവെക്കേണ്ടതായിരുന്നു. UDF-ലെ എല്ലാ ഘടകകക്ഷികളും ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. പാമോയിൽ കേസിൽ താൻ രാജിവെച്ചില്ല എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. മാണി മാത്രമല്ല, മുഖ്യമന്ത്രിയും രാജിവെക്കണം, അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകും. പോരാട്ട നാടകം അവസാനിപ്പിക്കണമെന്നും നിർണായക LDF യോഗത്തിനു മുൻപായി വി.എസ്. മാധ്യമങ്ങളോട് പറഞ്ഞു. പി.സി. ജോർജ് MLA സ്ഥാനം രാജിവെച്ചു. മാണിക്ക് മാതൃകയാണ് തന്റെ രാജി. നീതിമാന്മാരോട് മാത്രമേ ദൈവം നീതി കാണിക്കുകയുള്ളൂവെന്നും പി.സി. ജോർജ് പറഞ്ഞു. വക്രതയുള്ളവരോട് ദൈവം വക്രത കാണിക്കുമെന്ന ബൈബിൾ വാചകം ഉദ്ധരിച്ചാണ് തന്റെ രാജിക്കാര്യം ജോർജ് പ്രഖ്യാപിച്ചത്. 12-ാം തീയതി സ്പീക്കർക്ക് രാജിക്കത്ത് നൽകും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കൈക്കൂലിക്ക് കൂട്ടുനിന്നത്. അതിനാൽ മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അഴിമതിക്കെതിരായ പോരാട്ടമാണ് തന്റെ ധർമ്മം. പണം ഉണ്ടാക്കുകയെന്നത് മാണിയുടെ കർമ്മം. കോൺഗ്രസിന് നല്ല നേതൃത്വത്തെ ലഭിച്ചാലേ കോൺഗ്രസ് രക്ഷപ്പെടൂ. മൃദു ഹിന്ദു പ്രീണന നയം സ്വീകരിച്ചുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത്. ഈ സർക്കാരിന് ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ജോർജ് കൂട്ടിച്ചേർത്തു. മന്ത്രി മാണിയുടെ രാജി ആവശ്യപ്പെട്ട് നവംബർ 11 യുവമോർച്ച ജില്ലാ കളക്ടറേറ്റുകൾ പിക്കറ്റ് ചെയ്യും. നവംബർ 12 സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചതായി BJP സംസ്ഥാന പ്രസിഡന്റ് വി. മുരളീധരൻ.
കോടതിയുടെ പരാമർശം പുറത്തു വന്നിട്ട് ഏതാണ്ട് 20 മണിക്കൂർ പൂർത്തിയായിക്കഴിഞ്ഞു. ഈ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ടെടുക്കാവുന്ന ഒരു നടപടിയായിരുന്നു കെ മാണിയെ പുറത്താക്കുക എന്നുള്ളത്. പക്ഷെ അതിതുവരെ അത്തരമൊരു നടപടിക്ക് മുഖ്യമന്ത്രി തുനിഞ്ഞിട്ടില്ല. കാരണം അതിന് മുതിരാത്തത് കോൺഗ്രസ് മന്ത്രിമാരായിട്ടുള്ള ശ്രീ കെ ബാബുവും ശിവകുമാറും ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഈ ബാർ കോഴ കേസിൽ പങ്കുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അത് ശ്രീമാൻ കെ മാണിയുടെ കൈവശമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കെ എം മാണിയെ അനുനയിപ്പിച്ച് രാജിവെപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും UDF മുഖ്യമന്ത്രിയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ മുഴുവൻ തന്നെ അഴിമതിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ഈ ബാർ കോഴ കേസിൽ പങ്കാളികളാണ് എന്നുള്ള നേരത്തെ തന്നെ ഉയർന്നിരുന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ സർക്കാർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലാ കലക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റന്നാൾ 12-ാം തീയതി തിരുവനന്തപുരത്ത് യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിലുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചും തീരുമാനിച്ചിട്ടുണ്ട്. പുത്തൻപള്ളി വാർഡിൽ വീണ്ടും ചെങ്കൊടി പാറിച്ച് എസ് നൂർജഹാൻ അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. പുത്തൻപള്ളി വാർഡിൽ ഇക്കുറി CPM-ഉം SDPI-യും നേർക്കുനേർ പോരാട്ടമായിരുന്നു. 781 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നൂർജഹാന്റെ വിജയം. ഞാൻ പുത്തൻപള്ളി വാർഡിലെ കൗൺസിലറായിട്ട് എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. അവരുടെ അംഗീകാരങ്ങൾ ഞാൻ അംഗീകരിച്ചു. മാത്രമല്ല അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഡ്രൈനേജ്, അത് ഞാൻ പറഞ്ഞു എന്നിൽ കഴിയുന്ന രീതിയിൽ ഞാൻ അത് ശരിയാക്കി കൊടുക്കാമെന്നും, പള്ളത്തൊരു റോഡ് വെള്ളം കെട്ട് അത് പ്രശ്നമായിരുന്നു. അത് 43 ലക്ഷം രൂപയുടെ MLA ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടി. അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. മഴ കഴിഞ്ഞ് തീർന്നാൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നും, മറ്റു ചില കാര്യങ്ങൾ ചിലർ സൂചിപ്പിച്ചത് അത് എന്നിൽ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുമെന്നും, ജാതിഭേദമന്യേ ഒരു പാർട്ടിയായിട്ടോ മറ്റോ ഒന്നുമില്ലാതെ എല്ലാ ജനങ്ങളോട് സഹകരിച്ച് എല്ലാം ചെയ്യുമെന്നും ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു. അത് ചെയ്യുകയും ചെയ്യും. തൊട്ടടുത്ത SDPI സ്ഥാനാർത്ഥി നസീമ 1159 വോട്ടുകൾ നേടി. തീരദേശത്തെ വികസന സ്വപ്നങ്ങൾ പൂവണിയാൻ എസ് നൂർജഹാൻ ഇനി മുൻപിലുണ്ടാകും. എല്ലാവരെയോടും ഞാൻ നല്ല രീതിയിൽ സഹകരിച്ചു പോയതുപോലെ അവരോട് ഞാൻ പറഞ്ഞു, ആ സഹകരണം എപ്പോഴും ഉണ്ടാവും നിങ്ങളോട്. എല്ലാ ജനങ്ങളുടെയും മുന്നിലും നല്ല ഒരു കൗൺസിലറായി നീങ്ങുമെന്നും, ഞാൻ അവരോടെല്ലാം ചോദിച്ച് തന്നെ മനസ്സിലാക്കി കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്നും എല്ലാവരോടും പറഞ്ഞു. എനിക്ക് വോട്ട് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാ ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദികൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.